നിങ്ങൾക്കറിയാമോ, ഈ ഈ ലവദോക്യ സഭയുടെ മൂപ്പനെ കർത്താവ് ഒരിക്കലും പിശാചെന്ന് വിളിച്ചില്ല. ഈ ലോകത്തിൽ ഒരു മനുഷ്യനെ കർത്താവ് ഏറ്റവും ശക്തമായിട്ട് തിരുത്തിയത് അത് പത്രോസിനായിരുന്നു. സർപ്പസന്തതി എന്നും പാമ്പെന്നും ഒക്കെ പരീശന്മാരെ വിളിച്ചിട്ടുണ്ട്. ലവദോക്യയിലെ മൂപ്പനെ നിർഭാഗ്യവാനും അരിഷ്ടനും കുരുടനും നഗ്നനും എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ അവൻ പത്രോസിനെ വിളിച്ച സാത്താനെന്നാണ്. അതിന് പത്രോസിൻ്റെ മറുപടി ഇതായിരുന്നു: കർത്താവേ, ഇത് നിത്യജീവൻ്റെ മൊഴികളാണ്. പത്രോസ് പല തെറ്റുകളും ചെയ്തിട്ടുണ്ട്. എന്നാൽ ഞാൻ പറയട്ടെ, അവനെ തിരുത്തിയപ്പം അവൻ മുറപ്പെട്ടു പോയില്ല. പത്രോസായത് എങ്ങനെയാണെന്ന് നമ്മളെ കാണിക്കാൻ വേണ്ടിയാണ് തിരുവചനത്തിൽ ഈ കാര്യങ്ങൾ രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നത്. ഈ ഭൂമിയിൽ ഏതെങ്കിലും ഒരു മനുഷ്യൻ എന്തെങ്കിലും ലഭിച്ചിട്ടുള്ള ഏറ്റവും ശക്തമായ ശാസന പത്രോസിന് ലഭിച്ച ശാസനയായിരുന്നു. അവൻ ആ പരീക്ഷ പാസ്സായെന്ന് മാത്രമല്ല, അവൻ ചിരിച്ചുകൊണ്ട് ഞാൻ അത് അംഗീകരിക്കുമെന്ന് പറയുമായിരുന്നില്ല. അവൻ പറഞ്ഞു, കർത്താവേ, ഇതാണ് നിത്യജീവൻ്റെ മൊഴികൾ. മറ്റെവിടെ എനിക്ക് പോകാൻ കഴിയും? എന്നെ രക്ഷിക്കാൻ കഴിയുന്ന ഇതുപോലുള്ള നിത്യജീവൻ്റെ മൊഴിക്കായിട്ട് നിന്നിൽ നിന്ന് മാത്രം. മറ്റുള്ളവർ മോസ്തുതി പറയുന്നവരും എന്നെ പുകഴ്ത്തി പറയുന്നവരും അവരെന്നോട് സത്യം പറയില്ല. അങ്ങേപോലെ അവർക്ക് എൻ്റെ ആത്മാവിനെക്കുറിച്ച് വിചാരമില്ല. ഞാൻ എൻ്റെ സ്വന്തം താല്പര്യം നോക്കുന്നത് നീ കണ്ടപ്പം നീ എൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞു, നീ നിൻ്റെ കാര്യമാണ് നോക്കുന്നത്. നന്ദി കർത്താവേ. ഞാൻ നിത്യത മുഴുവനും അങ്ങേക്ക് നന്ദി പറയും. കാരണം ഞാൻ എന്നെ തന്നെ നശിപ്പിക്കുന്നത് അതെന്നെ രക്ഷിച്ചു. ശരി പത്രോസേ, അപ്പോസ്തലന്മാരെ നയിക്കാനുള്ള യോഗ്യത നീ നേടിക്കഴിഞ്ഞു. എനിക്കറിയാം, നീ തോറ്റുപോയാലും ഒരു നിമിഷം നീ ബലഹീനനായി കർത്താവിനെ തള്ളിപ്പറഞ്ഞു. സാരമില്ല. തിരുത്തലിനോടുള്ള നിന്റെ മനോഭാവം ഞാൻ കണ്ടു. കർത്താവിനെ തള്ളിപ്പറയുക എന്നുള്ളതുപോലെയുള്ള ഗുരുതരമായ പരാജയങ്ങൾ സംഭവിച്ചെങ്കിലും അതിൽ നിന്നെല്ലാം നിന്നെ പുറത്തു കൊണ്ടുവരാൻ എനിക്ക് കഴിയും. കാരണം നീ തിരിച്ചറിഞ്ഞിരിക്കുന്നു തിരുത്തലുകളാണ് നിത്യജീവൻ്റെ മൊഴികളെന്ന്. ഞാൻ മറ്റൊരു ഉദാഹരണം കാണിക്കാം. യോഹന്നാൻ്റെ സുവിശേഷം 12-ാം അധ്യായം. യോഹന്നാൻ്റെ സുവിശേഷം 12-ൽ നാം വായിക്കുന്നുണ്ട്, മരിച്ച് കല്ലറയിൽ അടക്കപ്പെട്ട ലാസറിനെ യേശു ഉയർത്തെഴുന്നേൽപ്പിക്കുന്നത്. 3-ാം വാക്യത്തിൽ, അതിനുശേഷം മറിയ വിലയേറിയ സ്വച്ഛജട മാംസി തൈലം ഒരു റാത്തലെടുത്ത് യേശുവിൻ്റെ കാലിൽ പൂശി തൻ്റെ തലമുടി കൊണ്ട് അവൻ്റെ കാൽ തുവർത്തി. അത് വളരെ വളരെ വില കൂടിയ ഒരു തൈലമായിരുന്നു. ശിഷ്യന്മാരുടെ ഇടയിലുണ്ടായിരുന്ന ബിസിനസ് ബുദ്ധി ഉണ്ടായിരുന്ന യൂദ പെട്ടെന്ന് തന്നെ ആ തൈലത്തിൻ്റെ വില എത്രയെന്ന് കണക്ക് കൂട്ടി നോക്കി. അവൻ പറഞ്ഞു, ഈ തൈലത്തിൻ്റെ വില ഏതാണ്ട് 300 വെള്ളിക്കാശ് വരും. നാം മനസ്സിലാക്കണം, 1 വെള്ളിക്കാശ് എന്ന് പറഞ്ഞാൽ ഒരു ദിവസം ജോലി ചെയ്താൽ കിട്ടുന്ന കൂലിയാണ്. യജമാനൻ കൂലിക്കാരെ തൻ്റെ തോട്ടത്തിൽ ജോലി ചെയ്യാൻ വിളിക്കുന്ന ആ ഉപമയിൽ 1 വെള്ളിക്കാശാണ് അവർക്ക് ഒരു ദിവസത്തെ കൂലി പറയുന്നത്. ഇന്ന് ജോലി ചെയ്യുന്ന ഒരാൾക്ക് ഒരു ദിവസം എത്ര കൂലി കിട്ടും? 100 രൂപയോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും. 300 ദിവസത്തെ കൂലി എന്ന് പറഞ്ഞാൽ അവധി ദിവസമൊക്കെ മാറ്റിയാൽ അത് ഏതാണ്ട് 1 കൊല്ലത്തെ ശമ്പളമാണ്. 1 കൊല്ലത്തെ ശമ്പളം. 1 കൊല്ലം അവൻ ജോലി ചെയ്താൽ അവന് കിട്ടുന്നത്. മറിയ അതാണ് എടുത്തത്. അവൾ ജീവിതം മുഴുവൻ സമ്പാദിച്ചതിൻ്റെ ഒരു വലിയ ഭാഗം അത് കൊടുത്ത് അവൾ ഈ വലിയേറിയ പരിമള തൈലം വാങ്ങി. അത് കൊണ്ടുപോയി അവൾ യേശുവിൻ്റെ കാലിൽ പൂശി. യൂദായിക്ക് തോന്നി, എന്തൊരു വലിയ വെറും ചെലവ്. ഈ 300 വെള്ളിക്കാശ് കൊണ്ട് എത്ര ദരിദ്രന്മാരെ നമുക്ക് സഹായിക്കാൻ കഴിയുമായിരുന്നു. 6-ാം വാക്യത്തിൽ, ഇതവൻ ദരിദ്രന്മാരെക്കുറിച്ചുള്ള വിചാരം ഉണ്ടായതുകൊണ്ടല്ല പറഞ്ഞ, അവൻ കള്ളനാകൊണ്ടാണ്. അവൻ്റെ പക്കലായിരുന്നു പണസഞ്ചി, അവനതിൽ നിന്ന് മോഷ്ടിക്കുവാൻ. യേശുവിന് അത് അറിയുകയും ചെയ്യാമായിരുന്നു. എന്നാൽ യേശു പറഞ്ഞത്, യൂദായെ, അവളെ വെറുതെ വിടുക. അവനോട് പിശാച് എന്നെ വിട്ടുപോകുമെന്ന് പറഞ്ഞില്ല. വളരെ സൗമ്യമായുള്ള ഒരു തിരുത്തൽ. യൂദായെ, അവളെ വിടുക. 7-ാം വാക്യം, എൻ്റെ ശവസംസ്കാരത്തിനായിട്ട് അവളെ സൂക്ഷിച്ചു എന്നിരിക്കട്ടെ. ഞാൻ ഉയർത്തെഴുന്നേൽക്കുന്ന ആ ഞായറാഴ്ച രാവിലെ അനേകർ പരിമള തൈലവുമായി വരും. എന്നാൽ അവർക്ക് അതിന് അവസരം കിട്ടില്ല. എന്നാൽ ഈ സ്ത്രീ ബുദ്ധിപൂർവ്വം അത് മുമ്പേ തന്നെ ചെയ്തു. അവൾക്ക് മാത്രമേ ഇതിനുള്ള അവസരമുള്ളൂ. അവനെ അഭിഷേകം ചെയ്യാൻ അവസരമുള്ളപ്പോൾ അത് ചെയ്തു കൊള്ളുക. നീ നീട്ടിവെച്ചാൽ അതിനൊരു അവസരം നിനക്ക് കിട്ടണമെന്നില്ല. അത് ചെയ്യാനായിട്ട് ഞായറാഴ്ച രാവിലെ പരിമള തൈലവുമായിട്ട് ചെന്നവർക്ക് അതിന് അവസരം കിട്ടിയില്ല. മറിയ അത് മുമ്പേ ചെയ്തു. അവനെ ശുശ്രൂഷിക്കാൻ അവസരമുള്ളപ്പം ശുശ്രൂഷിക്കുക. പിന്നെ അവസരം കിട്ടണമെന്നില്ല, അടുത്ത ആഴ്ചയും കിട്ടണമെന്നില്ല. അവൾ എൻ്റെ ശവസംസ്കാര ദിനത്തിനായിട്ട് ചെയ്തു. യൂദായെ, ദരിദ്രർ എല്ലായ്പ്പോഴും നിങ്ങൾക്ക് അടുത്തുണ്ടല്ലോ, ഞാൻ എല്ലായ്പ്പോഴും ഉണ്ടായിരിക്കില്ല. അത്രേ ഉള്ളൂ. അത് ശക്തമായ ഒരു തിരുത്തലായിരുന്നോ? മത്തായി 26 ഇതെങ്ങനെയാണ്
രേഖപ്പെടുത്തിയിരിക്കുന്നത് നമുക്ക് നോക്കാം. സുവിശേഷം നമ്മൾ ഒരുമിച്ച് ചിന്തിക്കുമ്പം ഇതേ കാര്യം നിങ്ങൾക്ക് അവിടെ കാണാം. മത്തായി 26 യേശു ബെഥനിയയിലിരിക്കുമ്പം 6-ാം വാക്യത്തിലാണ്. യേശു ബെഥനിയയിലിരിക്കുമ്പം ഒരു സ്ത്രീ വിലയേറിയ പരിമള തൈലവുമായി വന്നു. അവൾ അവൻ്റെ തലയിൽ അതൊഴിച്ചു. ഒരുപക്ഷെ തലയിലും അതുപോലെ കാലിലും. ശിഷ്യന്മാർ ചോദിച്ചു, എന്തിനാണ് ഈ വെറും ചെലവ്? ഇത് വളരെ വിലയുള്ളതാണ്, വളരെ വിലയ്ക്ക് ഇത് വിൽക്കാമായിരുന്നു. എന്നിട്ടത് ദരിദ്രർക്ക് കൊടുക്കത്തില്ലായിരുന്നു. ഇത് യൂദ ആയിരിക്കും പറയുന്നത്. യേശു ഇത് അറിഞ്ഞിട്ട് പറഞ്ഞു, എന്തിനാണ് അവളെ അസഹ്യപ്പെടുത്തുന്നത്? അവൾ ചെയ്ത ഒരു നല്ല കാര്യമാണ്. ദരിദ്രൻ നിങ്ങളുടെ അടുത്ത് എപ്പോഴും ഉണ്ട്. യോഹന്നാൻ വന്നിട്ട് പറയുന്ന അതേ കാര്യം. എന്നാൽ ഞാൻ എപ്പോഴും ഇല്ല. അവൾ ഈ തൈലം എൻ്റെ ദേഹത്തിന്മേൽ ഒഴിച്ചത് എൻ്റെ ശവസംസ്കാരത്തിനായി ചെയ്തതാകുന്നു. ലോകത്തിലെങ്ങും ഈ സുവിശേഷം പ്രസംഗിക്കുന്നിടത്തെല്ലാം ഇവൾ ചെയ്ത ഈ കാര്യം പ്രസംഗിക്കപ്പെടുമെന്ന് ഞാൻ പറയുന്നു. അന്ന് ഇത് ശ്രദ്ധിക്കുക. യൂദായെ യേശു സൗമ്യമായി ശാസിച്ച അന്ന് തന്നെ അവൻ്റെ ഉള്ളിൽ വളരെ കോപമുണ്ടായി. അവൻ പറഞ്ഞു, ഈ മനുഷ്യനെ കൊണ്ട് ഞാൻ തോറ്റു. അവൻ പെട്ടെന്ന് തന്നെ ഓടി മഹാപുരോഹിതന്മാരുടെ അടുക്കൽ ചെന്നു. 14-ാം വാക്യം. പറ, നിങ്ങൾക്ക് എത്ര തരാൻ പറ്റും? ഞാൻ അവനെ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇവനെയും കൊണ്ട് സഹി കെട്ടു. മറ്റെല്ലാവരുടെയും മുമ്പിൽ വെച്ച് എന്നെ തിരുത്താൻ അവൻ അങ്ങനെ ധൈര്യം വന്നു. യേശു എന്താ പറഞ്ഞു? സാത്താനെന്ന് അവനെ വിളിച്ചോ? സൗമ്യമായ ഒരു തിരുത്തൽ. അവൻ മുറിപ്പെട്ടു. അവന് വളരെ കോപമുണ്ടായി. 30 വെള്ളിക്കാശിന് വേണ്ടി അവൻ യേശുവിനെ ഒറ്റുകൊടുത്തു. പണമായിരുന്നല്ലോ അവന് വേണ്ടിയത്. പിന്നെ നാം വായിക്കുന്നു, അവൻ പോയി അത് എറിഞ്ഞു കളഞ്ഞു എന്ന്. അവന് പ്രതികാരം ചെയ്യണമായിരുന്നു. എന്നെ തിരുത്താൻ നിനക്ക് ധൈര്യം വന്നിരിക്കുന്നു, അതും പരസ്യമായി. നിങ്ങൾക്ക് കാര്യം മനസ്സിലായോ? യൂദയും തോറ്റു, പത്രോസും തോറ്റു. പത്രോസ് എങ്ങനെയാണ് അപ്പോസ്തലന്മാരുടെ നേതാവായത്? എന്തുകൊണ്ടാണ് യേശു യൂദായെക്കുറിച്ച് പറഞ്ഞത്, ഇവൻ ജനിക്കാതിരുന്നെങ്കിൽ നന്നായിരുന്നു എന്ന്? ചിന്തിച്ചു നോക്കൂ. യേശു ഒരാളെക്കുറിച്ച് പറയുകയാണ്, ഇവൻ ജനിക്കാതിരുന്നെങ്കിൽ നന്നായിരുന്നു എന്ന്. തിരുത്തൽ സ്വീകരിക്കാൻ നിങ്ങൾ തയ്യാറല്ലെങ്കിൽ നിങ്ങൾ ജനിക്കാതിരിക്കുന്നതാണ് നിങ്ങൾക്ക് നല്ലത്. ഞാനത് പറയും. നിനക്കതിന് കഴിയുമെങ്കിൽ, നിത്യജീവൻ്റെ മൊഴികളായിട്ട് നിങ്ങൾക്കത് എടുക്കാൻ കഴിയുമെങ്കിൽ, വരും ദിവസങ്ങളിൽ അധിക അഭിഷേകത്തിലേക്ക് നിങ്ങളെ അത് കൊണ്ടുപോകും. പ്രിയ സഹോദരന്മാരെ, ദൈവം നമ്മളെ തിരുത്തും. അവൻ നമ്മെ ശിക്ഷിക്കും. കാരണം അവൻ നമ്മെ സ്നേഹിക്കുന്നു. എന്തുകൊണ്ടാണ് അവൻ പത്രോസിനെ ഇത്ര ശക്തമായിട്ട് തിരുത്തിയത്? കാരണം പത്രോസ് മുറപ്പെട്ടു പോകില്ലെന്ന് അവൻ അറിയാമായിരുന്നു. എന്തുകൊണ്ടാണ് അവൻ യൂദായെ സൗമ്യമായി തിരുത്തിയത്? കാരണം ഒരു ചെറിയ കാര്യം മതി അവൻ മുറിപ്പെട്ടു പോകാനെന്ന് യേശുവിന് അറിയാമായിരുന്നു. സഹോദരിമാരെ, ഞാൻ ചോദിക്കട്ടെ, നിങ്ങളുടെ ഭർത്താവ് ഒരു ചെറിയ കാര്യം നിങ്ങളോട് പറയുമ്പം, നിസ്സാര കാര്യം നിങ്ങളോട്, നിങ്ങൾ മുറിപ്പെട്ടു പോകുമോ? വളരെ ചെറിയൊരു കാര്യം. ഭർത്താക്കന്മാരെ, നിങ്ങളങ്ങനെ ചെറിയൊരു കാര്യം നിങ്ങളുടെ ഭാര്യ പറഞ്ഞാൽ നിങ്ങൾ മുറിപ്പെടുമോ? അതോ പത്രോസിനെ പോലെ നിങ്ങൾ അത് വഹിക്കാൻ തയ്യാറാകുമോ? ആ തിരുത്തൽ നിങ്ങൾ ഉൾക്കൊള്ളുമോ? പ്രിയപ്പെട്ടവളെ, നീ പറഞ്ഞ ശരിയാണ്. ആ തിരുത്തലിൻ്റെ ആവശ്യം എനിക്കുണ്ടായിരുന്നു. ഞാൻ തെറ്റായിരുന്നു. എന്നെ സഹായിച്ചതിന് നന്ദി. എൻ്റെ സഹായത്തിനാണ് നിന്നെ ദൈവം എനിക്ക് തന്നത്. അതിന് നന്ദി. പ്രിയ സഹോദരന്മാരെ, നമ്മെ സഹായിക്കാൻ ദൈവം പലരെയും വെച്ചിട്ടുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഉൽപ്പത്തി പുസ്തകം 2 ഹവ്വായിക്ക് ദൈവം കൊടുത്ത അതേ പേര് തന്നെയാണ്. ആദാമിന് ഞാനൊരു തുണയെ കൊടുക്കും. ഇതേ പേര് തന്നെയാണ് ദൈവം പരിശുദ്ധാത്മാവിനും കൊടുക്കുന്നത്. യോഹന്നാൻ 14 ഞാൻ പിതാവിനോട് ചോദിക്കും, അവൻ പരിശുദ്ധാത്മാവെന്നൊരു സഹായിയെ നിങ്ങൾക്ക് തരും. നിങ്ങൾ പരിശുദ്ധാത്മാവിനെ വിലമതിക്കുന്നുണ്ടോ? നിങ്ങളെ തിരുത്തുമ്പം അവനൊരു സഹായമാണ്, നിങ്ങളെ സഹായിക്കും. നിന്നെ സഹായിക്കാനായിട്ട് ദൈവം നിനക്ക് തന്നിരിക്കുന്ന ഭാര്യയെ നീ വിലമതിക്കുന്നുണ്ടോ? നിന്നെ സഹായിക്കാനായിട്ട് തന്നിരിക്കുന്ന നിൻ്റെ ഭർത്താവിനെ നീ വിലമതിക്കുന്നുണ്ടോ? കുഞ്ഞുങ്ങളെ, നിങ്ങളെങ്ങനെ? നിങ്ങളുടെ മാതാപിതാക്കളെ നിങ്ങൾ വിലമതിക്കുന്നുണ്ടോ?
നിങ്ങളെ സഹായിക്കാനാണ് ദൈവം അവരെ നിങ്ങൾക്ക് തന്നിരിക്കുന്നത്. നല്ല മനുഷ്യരായി നിങ്ങൾ തീരാൻ വേണ്ടി. ഇന്ന് കാണുന്ന ദൈവഭക്തി ഇല്ലാത്ത ആ ചെറുപ്പക്കാരെ പോലെ ആകാതിരിക്കാൻ. അവർ നരകത്തിൻ്റെ വഴിയിൽ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ആ റോക്ക് മ്യൂസിക് കേൾക്കേണ്ട നിങ്ങളുടെ മാതാപിതാക്കൾ നിങ്ങളോട് പറയുന്ന സമയത്ത് നിങ്ങൾ കേൾക്കാൻ തയ്യാറാണോ? വൈകിട്ട് ഇത്ര മണിക്ക് മുമ്പ് നിങ്ങൾ വീട്ടിൽ വരണമെന്ന് പറയുമ്പം പ്രത്യേകിച്ച് പെൺകുട്ടികൾ നിങ്ങൾ അനുസരിക്കാറുണ്ടോ? അല്പം കൂടെ സഭ്യമായിട്ട് വസ്ത്രം ധരിക്കാനായിട്ട് നിങ്ങളുടെ മാതാപിതാക്കൾ നിങ്ങളോട് പറയുമ്പം ലൗകികരായിട്ടുള്ള പെൺകുട്ടികൾ ധരിക്കുന്നത് പോലുള്ള ഇറുകിയ വസ്ത്രം ധരിക്കരുതെന്ന് നിങ്ങളോട് പറയുമ്പം നിങ്ങൾ കേൾക്കാൻ തയ്യാറാണോ? നിങ്ങളുടെ നന്മയാണ് അവർ ആഗ്രഹിക്കുന്നത് നിങ്ങൾക്കറിയാമോ? ഇന്നത്തെ കുഞ്ഞുങ്ങൾ വീണുപോകുന്ന ആ അപകടങ്ങളിൽ നിന്ന് നിങ്ങളെ അവരെ രക്ഷിക്കാൻ ആഗ്രഹിച്ചുകൊണ്ടാണ് പറയുന്നത്. ആരെ നിങ്ങൾ വിവാഹം കഴിക്കണമെന്ന് അവർ നിങ്ങളെ ഉപദേശിക്കുമ്പം നിങ്ങൾ കേൾക്കാൻ തയ്യാറാണോ? അതോ മത്സരിക്കുമോ? ഞാൻ നിങ്ങളോടൊരു കാര്യം പറയട്ടെ. നിങ്ങൾ മത്സരിയാണെങ്കിൽ ഒരു ദിവസം, ചിലപ്പം ചില വർഷങ്ങൾ കഴിയും, നിങ്ങൾ വിതച്ചത് നിങ്ങൾ തന്നെ കൊയ്യും. അത് സത്യമാണ്. നിങ്ങളുടെ വിവാഹം കഴിഞ്ഞ് നിങ്ങളുടെ കുഞ്ഞുങ്ങളിൽ കൂടെ നിങ്ങളുടെ മാതാപിതാക്കളോട് ചെയ്ത് നിങ്ങൾ കൊയ്യാനായിട്ടിടയാകും. നമുക്ക് നമ്മളെ തന്നെ താഴ്ത്താം. ഒരു കാര്യം നിങ്ങൾക്ക് അംഗീകരിക്കാൻ പറ്റില്ലായിരിക്കും. സൗമ്യമായി നിങ്ങളുടെ മാതാപിതാക്കളോട് ഇടപെടുക, നിങ്ങളെ തന്നെ താഴ്ത്തുക. പ്രത്യേകിച്ച് സഭയിലുള്ള ദൈവഭക്തരായ മാതാപിതാക്കളെ നിശ്ചയമായിട്ടും അവർ പറയുന്നത് എന്താണെന്ന് നിങ്ങൾ കേൾക്കണം. അംഗീകരിക്കാൻ പറ്റില്ലെങ്കിൽ സൗമ്യതയോടെ പറയുക. നിങ്ങളുടെ വീട്ടിൽ നിങ്ങളൊരു തലവേദനയാകരുത്. അവർ തിരുത്തുന്നത് നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയാണ്. ഒരു ദിവസം വീട് വിട്ട് നിങ്ങളുടെ തന്നെ ജീവിതം നടത്തുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യുക. എന്നാൽ നിങ്ങളുടെ വീട്ടിലായിരിക്കുന്നിടത്തോളം നിങ്ങളുടെ മാതാപിതാക്കളെ ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് ദീർഘായുസ്സുണ്ടാകും, നിനക്ക് നന്മ വരും. ജോലി ചെയ്യുന്നിടത്ത് മേലധികാരി അനുസരിക്കുക. മൂപ്പന്മാർ പറയുന്നത് കേൾക്കുക. കുറഞ്ഞ പക്ഷം നിങ്ങൾ ബഹുമാനിക്കുന്നവരെ, നിങ്ങളുടെ നന്മയാണ് അവരന്വേഷിക്കുന്നത്.